السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, ഓരോ ദിവസവും കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും നിഷ്ഠൂരമായ സംഭവങ്ങളുടെയും വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ രക്തം ചിന്തുക എന്നത് ഒരീച്ചയോ കൊതുകിനെയോ മറ്റോ കൊല്ലുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായ രൂപത്തിൽ ആളുകൾ കാണുന്നത് പോലെയാണ് സാഹചര്യങ്ങൾ നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. സഹോദരങ്ങളെ, ഈ അവസരത്തിൽ ഇസ്ലാമികമായ ചില പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മൾ ഓർക്കുകയും സാധിക്കുന്നതുപോലെ സമൂഹത്തിനത് പകർന്നു നൽകുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതുപോലുള്ള അക്രമങ്ങൾ ദുൽം, അത് ഇസ്ലാം അതിശക്തമായി വിലക്കിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അദ്ദുൽമു ദുൽമാതുൻ യൗമൽ ഖിയാമ, അദ്ദുൽമു ദുൽമാതുൻ യൗമൽ ഖിയാമ. അക്രമം എന്നത് അന്ത്യനാളിലെ ഇരുട്ടുകളായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, നീ മർദ്ദിതൻ്റെ അതിക്രമത്തിന് വിധേയനായവൻ്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹു വബൈന അല്ലാഹി ഹിജാബ്, അതിനും അള്ളാഹുവിനും ഇടയിൽ യാതൊരു മറയുമില്ല എന്ന് പറഞ്ഞാൽ നേരെ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്ന ദുആ ആണ്. ആരുടെ ദുആ? മർദ്ദിതൻ്റെ, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ. ഈ അക്രമങ്ങളിൽ ഏറ്റവും കടുത്ത, അങ്ങേറ്റം ഗുരുതരമായ അക്രമമാണ് കൊലപാതകം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിൻ്റെ തൊട്ടടുത്തായി പറഞ്ഞ തിന്മ അത് കൊലപാതകമാണ്. ഷിർക്ക് കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയ അതിക്രമം അത് കൊലപാതകമാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇബാദുർ റഹ്മാൻ്റെ, അള്ളാഹുവിൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ പ്രിയപ്പെട്ടവരായ അവൻ്റെ നല്ലവരായ അടിമകളുടെ സ്വഭാവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അല്ലാഹു പറഞ്ഞത്, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു പവിത്രമാക്കിയ ഒരു ആത്മാവിനെ അതിൻ്റെ ഹക്കോടുകൂടിയല്ലാതെ, അഥവാ ന്യായപ്രകാരമല്ലാതെ വധിച്ചു കളയാത്തവരാണവർ. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരാണ്. നിങ്ങൾ നോക്കൂ, അവർ ശിർക്ക് ചെയ്യാത്തവരാണ്, അവർ കൊലപാതകം നടത്താത്തവരാണ്, അവർ വ്യഭിചരിക്കാത്തവരാണ് എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അതായത് ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് അത് കൊലപാതകമാണ്. അതിൻ്റെ കാര്യം നിസ്സാരമല്ല. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ചില ആയത്തുകളുണ്ട്. അതായത് മുൻകഴിഞ്ഞ എല്ലാ സമുദായങ്ങളിലും, പഴയകാല നബിമാരുടെ സമുദായങ്ങളിൽ പോലും ഇതേ നിയമമാണുള്ളത്. പഴയകാല നബിമാരുടെ സമുദായങ്ങളിലോ ഈ സമുദായത്തിലോ ഈ നിയമങ്ങൾക്ക് മാറ്റമില്ല. അങ്ങനെയുള്ള നിയമങ്ങളായി അള്ളാഹു പഠിപ്പിച്ച ആ നിയമങ്ങൾ ഉൾക്കൊള്ളിച്ച ആയത്തുകളിൽ നമുക്ക് കൊലപാതകം അള്ളാഹു വിലക്കിയത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്തുലൂ അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ തഖ്തുലൂ അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമാക്കിയ ഒരു ദേഹത്തെ നിങ്ങൾ അന്യായമായി വധിച്ചു കളയാൻ പാടില്ല. ഇത് എല്ലാ സമുദായങ്ങൾക്കുമുള്ള കൽപ്പനയാണ്. എന്ന് പറഞ്ഞാൽ ഈ തിന്മ അത് ഈ സമുദായത്തിന് മാത്രം വിലക്കപ്പെട്ടത്. ഏത് കാലത്തും കൊലപാതകം എന്ന് പറയുന്നത് തിന്മയാണ്. നിങ്ങൾ നോക്കൂ, ആദ്യത്തെ കൊലപാതകം പരിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ആദമിൻ്റെ 2 മക്കളിൽ ഒരാൾ മറ്റൊരാളെ നടത്തിയത് പറയുന്നത് കാണാം.
അള്ളാഹു ആ ആയത്തുകളിൽ പറഞ്ഞത് കാണാം, ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അങ്ങനെ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെട്ടു. ഒടുവിൽ ഒരു കാക്കയെ അള്ളാഹു അവിടേക്ക് അയച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ, ഒരു കാക്ക അത് ഇങ്ങനെ ഭൂമിയിൽ തൻ്റെ കൊക്ക് കൊണ്ട് കിളച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിലൊരു കാക്കയെ അള്ളാഹു അയച്ചു. അതിനെ കണ്ടപ്പോൾ ഈ തൻ്റെ സഹോദരനെ കൊന്നയാൾ വിലപിച്ചു. അയാൾ പറഞ്ഞു, ഇതുപോലെ ഞാനായില്ലല്ലോ, ഈ കാക്കയെപ്പോലെ ഞാനായില്ലല്ലോ, എന്നിട്ട് എൻ്റെ സഹോദരനെ എന്തു ചെയ്യണം, മറമാടണം എന്നത് എനിക്ക് അറിവില്ലാതെ പോയല്ലോ എന്ന് ഈ സഹോദരൻ വിലപിച്ചത് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, തൻ്റെ സഹോദരനെ കൊല്ലുക എന്ന അങ്ങേയറ്റം നിഷ്ഠൂരമായ, ഒരാളും ഇഷ്ടപ്പെടാത്ത, അങ്ങേയറ്റം ഒരാൾക്കും യോജിക്കാത്ത ആ തിന്മ ചെയ്ത ആൾക്ക് നേരെ അള്ളാഹു അയച്ചതൊരു ഖുറാബിനെയാണ്. ഖുറാബ് എന്ന വാക്കിനർത്ഥം കാക്ക എന്നാണ്. പക്ഷെ നോക്കൂ, ആ വാക്ക് ഗുർബത്തിനെ സൂചിപ്പിക്കുന്ന വാക്ക് കൂടിയാണ്. ഗുർബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുർബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒറ്റപ്പെട്ട, ആർക്കും യോജിക്കാത്ത, ആർക്കും പരിചിതമല്ലാത്ത ഒരു കാര്യം. സുബ്ഹാനല്ലാഹ്, അങ്ങേറ്റം ഗരീബായ ഈ പ്രവർത്തനം ചെയ്ത ആൾക്ക് നേരെ, അങ്ങേറ്റം വെറുപ്പുളവാക്കുന്ന ഈ കാര്യം ചെയ്ത ആൾക്ക് നേരെ അള്ളാഹു അയച്ചത് ഒരാൾക്കും ഇഷ്ടമല്ലാത്ത ഖുറാബ് എന്ന് പറയുന്ന ആ പക്ഷിയാണ്, കാക്കയാണ്. അപ്പോൾ നോക്കൂ, അങ്ങേയറ്റം വെറുക്കപ്പെട്ട തിന്മയാണ് കൊലപാതകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദീനിൽ, ഇസ്ലാമിൽ എല്ലാ രൂപത്തിലുള്ള വിദ്വേഷത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും വിലക്കിയത് നമുക്ക് കാണാം. ഇസ്ലാമിൽ വിലക്കപ്പെട്ട വലിയ ഏത് തിന്മയുടെയും കാര്യം അങ്ങനെയാണ്. അതായത് വൻ പാപങ്ങൾ ഇസ്ലാമിൽ വിലക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപാട് സംഗതികളെ ഈ ദീനിൽ വിലക്കിയത് നമുക്ക് കാണാൻ കഴിയും. വ്യഭിചാരം അത് വലിയ തിന്മയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് നയിക്കുന്ന നിസാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് താക്കീത് നൽകിയത് കാണാം. ഉദാഹരണത്തിന് സ്ത്രീകൾ അവരുടെ ഔറത്ത് മറക്കാതിരിക്കുക, അന്യരായ സ്ത്രീയും പുരുഷനും ഇടകലരുക, സ്ത്രീകൾ മഹ്റമില്ലാതെ യാത്ര ചെയ്യുക, അതുപോലെ അവർ തമ്മിലുള്ള സ്പർശനവും അതുപോലുള്ള കാര്യങ്ങളും, ഇങ്ങനെ വലിയ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ദീൻ വിലക്കിയിട്ടുണ്ട്. ആ തിന്മയുടെ കടുപ്പം കൂടുന്നതിന് അതിലേക്ക് എത്തിക്കുന്ന എല്ലാ വഴികളും, ഏതൊക്കെ വഴികളുണ്ടോ അതെല്ലാം ഈ ദീനിൽ വിലക്കപ്പെട്ട് നമുക്ക് കാണാം. അതുപോലെയാണ് കൊലപാതകം. നിങ്ങൾ നോക്കൂ, കൊലപാതകം വലിയ തിന്മയായതുകൊണ്ട് അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആളുകളെ വിദ്വേഷത്തിലേക്ക് നയിക്കുന്ന, പരസ്പരം ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ദീനിൽ വിലക്കി നമുക്ക് കാണാൻ കഴിയും. എത്രത്തോളം എന്നാൽ, 3 ആളുകൾ ഇരിക്കവേ 2 ആളുകൾ മാത്രം സ്വകാര്യം പറയുന്നത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇത് വിദ്വേഷത്തിലേക്ക് നയിക്കും, ശത്രുതയിലേക്ക് നയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ സഹോദരൻ വിവാഹം ആലോചിച്ച പെണ്ണിനെ അതൊരു തീരുമാനമാകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അയാൾ അനുവദിക്കുന്നതിന് മുൻപ് നീ അതിന് മുകളിൽ കയറി വിവാഹാലോചന നടത്തരുത്. ഒരാളുടെ കച്ചവടത്തിന് മേൽ കയറി കച്ചവടം ചെയ്യരുത്. ഒരാൾ ഒരു സാധനം വിറ്റു എങ്കിൽ വിറ്റ ആളോട് ചെന്ന്, അയാൾക്ക് നീ ഇത്ര വിലക്കാണോ വിറ്റത്, പിന്നെ ഞാൻ അതിനേക്കാൾ നല്ല വിലക്ക് എന്നോട് എടുത്തുകൊള്ളാം എന്ന് പറയരുത്. ഒരാൾ ഒരു വിലക്ക് വാങ്ങിയ ആളോട് പറയണം, ഞാൻ അതിനേക്കാളും കുറഞ്ഞ വിലക്ക് നിനക്കത് തരാം. അങ്ങനെ അതിന് മുകളിൽ കയറി കച്ചവടം ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ദീനിൽ വിലക്കപ്പെട്ടത്? കാരണം അത് ശത്രുതയിലേക്കും വിദ്വേഷത്തിലേക്കും നയിക്കും എന്നതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന എല്ലാ തിന്മകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് നമുക്ക് കാണാം. നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൽ അബ്ദു ഫി ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ. ഒരടിമ, ഒരു മുഅ്മിൻ തൻ്റെ ദീനിൽ വിശാലതയിലായിരിക്കും. ഒരു ഹറാമായ രക്തം, ഒരു പവിത്രമായ രക്തം അവൻ ചിന്താത്തിടത്തോളം കാലം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മുഅ്മിൻ അവൻ തൻ്റെ ദീനിൽ ഫുസ്ഹത്തിലായിരിക്കും, ദീനിൽ വിശാലതയിലായിരിക്കും. അവൻ പവിത്രമായ, ചിന്താൻ പാടില്ലാത്തൊരു രക്തം ചിന്താത്തിടത്തോളം കാലം അവൻ്റെ ദീൻ വിശാലമായിരിക്കും. അത് ചിന്തിയാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? നോക്കൂ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലുൽ മുഅ്മിനു മുഅ്നിഖൻ സാലിഹൻ മാ ലം യുസിബ് ദമൻ ഹറാമൻ. ഒരു മുഅ്മിൻ അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ സ്വർഗത്തിലേക്ക് റബ്ബിലേക്കുള്ള യാത്രയിൽ, നേരായ പാതയിലുള്ള യാത്രയിൽ തന്നെയാണ്, സാലിഹാണ്, അവനിൽ നന്മയുണ്ട്. മാ ലം യുസിബ് ദമൻ ഹറാമൻ, ഒരു പവിത്രമായ രക്തം അവൻ ചിന്താത്തിടത്തോളം അവനിൽ നന്മയുണ്ട്, അവൻ നീങ്ങിക്കൊണ്ടിരിക്കുക തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി എന്തെല്ലാം തിന്മകളുണ്ട് എങ്കിലും ഈ രക്തം ചിന്തിയിട്ടില്ലേ, കൊലപാതകം നടത്തിയിട്ടില്ലേ, നീ അള്ളാഹുലേക്കുള്ള യാത്രയിൽ തന്നെയാണ്, നേർമാർഗത്തിൽ തന്നെയാണ്, നിന്നിൽ നന്മയുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇദാ അസാബ ദമൻ ഹറാമൻ ബല്ലഹ്, ഫഇദാ അസാബ ദമൻ ഹറാമൻ ബല്ലഹ്, അവനൊരു പവിത്രമായ രക്തം ചിന്തിയാൽ, ഒരാൾ അന്യായമായി കൊലപ്പെടുത്തിയാൽ, ബല്ലഹ്, അവൻ്റെ ആ സഞ്ചാരം മുറിഞ്ഞിരിക്കുന്നു, ആ യാത്ര മുടങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, കൊലപാതകത്തിൻ്റെ കാര്യം നിസ്സാരമല്ല, രക്തം ചിന്തുന്നതിൻ്റെ കാര്യം അത് നിസ്സാരമായൊരു കാര്യമല്ല. അത് ചെയ്താൽ ബാക്കിയുള്ള തിന്മകൾ ചെയ്തതുപോലെയല്ല. ബാക്കിയുള്ള തിന്മകൾ എന്നാൽ അത് ഈ തിന്മക്ക് വളരെ വളരെ താഴെയാണ്. ഈ തിന്മ എന്ന് പറയുന്നത് ഒരാളുടെ നന്മയെ, നേരായ പാതയിലുള്ള സഞ്ചാരത്തെ വളരെ മോശമായി ബാധിക്കുന്ന, അവൻ്റെ അവസ്ഥ വളരെ അപകടത്തിലാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. പരലോകത്താകട്ടെ ഇങ്ങനെ കൊലപാതകം നടത്തിയ ആളുകളുടെ രക്തം ചിന്തിയ ആളുകൾ, അവർ അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാം, അവ്വലു മാ യുഖ്ദാ ബൈന അന്നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, അവ്വലു മാ യുഖ്ദാ ബൈന അന്നാസി യൗമൽ ഖിയാമത്തി ഫിദ്ദിമാ, അന്ത്യനാളിൽ ആളുകൾക്കിടയിൽ ആദ്യം തീർപ്പ് കൽപ്പിക്കപ്പെടുക, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ആദ്യം വിധി കൽപ്പിക്കപ്പെടുക, ഫിദ്ദിമാ, രക്തത്തിൻ്റെ കാര്യത്തിലാണ്, രക്തം ചിന്തിയ കാര്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾക്കിടയിൽ ധാരാളം തർക്കങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകും. ഈ ലോകത്തെ തർക്കമൊക്കെ അതുപോലെ പരലോകത്ത് വരും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ആടുകൾ പരസ്പരം കൊമ്പുകൾ കൊണ്ട് കുത്തുന്നത്, അവർ പരസ്പരം കലഹിക്കുന്നത് കണ്ടപ്പോൾ സഹാബത്തിനോട് ചോദിച്ചത് കാണാം, നിങ്ങൾക്കറിയുമോ ഈ രണ്ട് ആടുകൾ എന്തിനാണ് പരസ്പരം തല്ലുകൂടുന്നത് എന്ന്? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങൾക്കറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ റബ്ബിനറിയാം, അള്ളാഹുവിനറിയാം ഈ രണ്ടാടുകൾ എന്തിനാണ് പരസ്പരം തല്ലുകൂടുന്നത്, പരസ്പരം കലഹിക്കുന്നത് എന്ന്, പരസ്പരം കൊമ്പ് കോർക്കുന്നത് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു അവർക്കിടയിൽ നാളെ പരലോകത്ത് തീർപ്പ് കൽപ്പിക്കും, അവരുടെ പ്രശ്നം അള്ളാഹു തീർക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് ആടുകൾ, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയാൽ അള്ളാഹു നാളെ പരലോകത്ത് ഈ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുക്കും. എന്നിട്ട് ദുനിയാവിൽ തന്നെ കുത്തിയ ആടിനെ കുത്താൻ പറയും, എന്നിട്ട് അതിനോട് മണ്ണാകാൻ പറയും. അപ്പോഴാണ് മനുഷ്യൻ വിലപിക്കുക. എന്താണ്? വയഖൂലുൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ, കാഫിർ അവൻ പറയും, ഞാൻ മണ്ണായിരുന്നെങ്കിലെന്ന്. ആയത്തിൻ്റെ തഫ്സീറിൽ ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അഥവാ കാലികൾക്കിടയിൽ പരസ്പരം ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കും, പക്ഷെ പിന്നീട് അതിനോട് മണ്ണാകാൻ പറയാം, മനുഷ്യൻ അന്ന് വിലപിക്കും. ആ ഹദീസിനോട് ചേർത്ത് പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചത് കാണാം. അതായത് ഞാൻ മണ്ണായിരുന്നെങ്കിൽ, എന്നാൽ മനുഷ്യൻ അള്ളാഹു അങ്ങനെ മണ്ണാകാൻ വിടുകയില്ല. മണ്ണിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഇനി അവനൊന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകമാണ്. അവിടെ എല്ലാ തർക്കങ്ങളും വരും, സാമ്പത്തികമായ തർക്കങ്ങൾ, മറ്റുള്ളവരുടെ അഭിമാനം വ്രണപ്പെടുത്തിയത്, ഏതേത് തർക്കങ്ങളും വരും. പക്ഷേ അതിൽ ആദ്യം തീർപ്പ് കൽപ്പിക്കപ്പെടുക ഏത് തർക്കത്തിൻ്റെ കാര്യത്തിലാണ്? പരസ്പരം രക്തം ചിന്തിയതിൻ്റെ കാര്യത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കാരണം ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൽ 3 ഹക്കുകളുണ്ട് എന്നാണ്, 3 ബാധ്യതകൾ. ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്ക്, കാരണം അള്ളാഹു വിലക്കിയിട്ടുള്ള, അള്ളാഹു പടച്ച ഒരു ജീവനെയാണ് അവൻ ഹനിച്ചിട്ടുള്ളത്. 2, ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളോടുള്ള ഹക്ക്,
ഒരാൾ കൊല്ലുമ്പോൾ അത് അവൻ്റെ മാതാപിതാക്കളുണ്ട്, അവരുടെയൊക്കെ മകനാണ്, ഒരാളുടെ മകനാണത്, അല്ലെങ്കിൽ ഒരാളുടെ മകളാണ്, ഒരു ഉപ്പയുടെ മകളാണ്, അല്ലെങ്കിൽ മകനാണത്, ഒരു സഹോദരൻ്റെ സഹോദരനാണ്, ഒരു സഹോദരിയുടെ സഹോദരനാണ്, കുറേ മക്കളുടെ ഉപ്പയായിരിക്കും, ഭാര്യയുടെ ഭർത്താവായിരിക്കും, അവൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ഭർത്താവ്, ആ കൊല്ലപ്പെട്ട പെണ്ണിൻ്റെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടാകും. ഇങ്ങനെ പ്രിയപ്പെട്ടവർ, അവൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരുമായ ആളുകളുണ്ട്. അവരോടുള്ള ഹക്ക്, അവരോടുള്ള ബാധ്യതയുണ്ട്. തീർന്നില്ല. ഇത് കൂടാതെ കൊല്ലപ്പെട്ടയാളോടുള്ള ഹക്കുമുണ്ട്. അതിൽ കൊല്ലപ്പെട്ട മനുഷ്യനോടുള്ള ഹക്കും അതിൽ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത് മൂന്നും പരിഹരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അള്ളാഹുവിനോടുള്ള ബാധ്യത, അത് തൗബ ചെയ്യാം, കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകാം. പക്ഷെ മരിച്ചുപോയി ഈ മനുഷ്യനോടോ, അയാളുടെ ഹക്ക് എങ്ങനെ ദുനിയാവിൽ കൊടുക്കും? പരലോകത്തല്ലാതെ അത് കൊടുക്കുക സാധ്യമല്ല. അപ്പം ഇങ്ങനെ ഒരുപാട് ഹക്കുകൾ, ഒരുപാട് ബാധ്യതകൾ തലയിൽ പേറേണ്ടി വരുന്ന അങ്ങേറ്റം ഗുരുതരമായ തിന്മയാണ് കൊലപാതകം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, അന്ത്യനാളിൽ കൊല്ലപ്പെട്ടവൻ എങ്ങനെ വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്തിൽ മഖ്തൂലു മുതഅല്ലിഖൻ റഅസഹു ബിഇഹ്ദാ യദൈഹി, കൊല്ലപ്പെട്ടവൻ അന്ത്യനാളിൽ വരും, അവൻ്റെ ഒരു കൈയിൽ തൻ്റെ അറുത്തുമാറ്റപ്പെട്ട ശിരസും പിടിച്ചുകൊണ്ട്, തൻ്റെ തല പിടിച്ചുകൊണ്ട് കൊല്ലപ്പെട്ടവൻ നാളെ പരലോകത്ത് വരും. മുതലബ്ബിബൻ ഖാതിലഹു ബിയദിഹിൽ ഉഖ്റാ, രണ്ടാമത്തെ കൈകൊണ്ട് തൻ്റെ കൊന്നവനെ പിടിച്ച്, അവനെ ചുരുട്ടി പിടിച്ചുകൊണ്ട്, അഥവാ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് ആര് വരും? കൊല്ലപ്പെട്ടവൻ വരും. കൊലപാതകയെ പിടിച്ചു ഒരു കയ്യിൽ തൻ്റെ തല പിടിച്ചുകൊണ്ട്. തഷ്ഖബു ഔദാജുഹു ദമ, അവൻ്റെ കഴുത്തിലെ ഞരമ്പുകളിലൂടെ അതാ രക്തമൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അവൻ്റെ കഴുത്തിലെ ഞരമ്പുകളിലൂടെ രക്തം ഒലിച്ചുകൊണ്ടാണ് അവൻ വരുന്നത് പരലോകത്ത്. ഹത്താ യഅ്തിയ ബിഹിൽ അർശ്, സുബ്ഹാനല്ലാഹ്, ഈ കൊന്നവനെയും കൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ, അള്ളാഹുവിൻ്റെ അർശിനരികിൽ, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിനരികിൽ ഈ കൊല്ലപ്പെട്ടവൻ വരും. ഫയഖൂലുൽ മഖ്തൂലു റബ്ബിൽ ആലമീൻ, എന്നിട്ട് ഈ കൊല്ലപ്പെട്ടവൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട്, ലോകരുടെ റബ്ബായ അള്ളാഹുവിനോട് പറയും, ഹാദാ ഖതലനി, റബ്ബേ ഇവനിതാ എന്നെ കൊന്നിരിക്കുന്നു. ഐ റബ്ബി, ഓ എൻ്റെ റബ്ബേ, സൽ ഹാദാ ഫീമ ഖതലനി, ഓ എൻ്റെ റബ്ബേ ഇവനോട് ചോദിക്കൂ, എന്തിനാണ് ഇവൻ എന്നെ കൊന്നത് എന്നിവനോട് ചോദിക്കൂ. ഫയഖൂലുല്ലാഹു ലിൽ ഖാതിൽ, അള്ളാഹു ഈ കൊലപാതകിയോട്, കൊന്നവനോട്, കൊലപാതകം നടത്തിയവനോട് പറയും, തൈസ്ത, നീ തൊലഞ്ഞുപോയിരിക്കുന്നു, നീ തൊലഞ്ഞുപോയിരിക്കുന്നു, നിൻ്റെ കാര്യം നാശമാണ്. വയദ്ഹബു ബിഹി ഇലന്നാർ, അങ്ങനെ അത് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കൊലപാതകിയെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇത്രയും ഗൗരവമുണ്ട് കാര്യം, ഇത് നിസ്സാരമായ കാര്യമല്ല. ഈ സിനിമകളും മറ്റുമൊക്കെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത് പോലെ കൊല്ലുക എന്നത് എന്തോ നിസ്സാരമായ കാര്യം. കൊലപാതകി ഒരു ഹീറോ ആണ്. തന്നോട് എതിർപ്പുള്ള ആളുകളെയൊക്കെ നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിൽ വെടിവെച്ചും കുത്തിയും അറുത്തുമൊക്കെ കൊല്ലുന്ന ആളുകൾ ഒക്കെ നിസ്സാരമായ കാര്യമായി ആര് പറഞ്ഞാലും ആരൊക്കെ പ്രചരിപ്പിച്ചാലും അള്ളാഹുവിങ്കൽ ഇതാണ് അതിൻ്റെ വിധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ദീനിൽ ഈ കാര്യം അത്രയും ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കേട്ടിട്ടില്ലേ, ദുൽഹിജ്ജയിൽ സ്വല്ലല്ലാഹു ഹജ്ജത്തുൽ വദാഇൽ, അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളൊക്കെ സമ്മേളിച്ച ആ വേളയിൽ പറഞ്ഞത് എന്താണ്? ഇതേത് ദിവസമാണിത്, ഇതേത് മാസമാണ്, ഇതേത് സ്ഥലമാണ്? ഇത് ബലദുൻ ഹറാമാണ്, പവിത്രമായ നാട്. ഇത് ഷഹ്റുൻ ഹറാമാണ്, പവിത്രമായ മാസമാണ്. ഇത് പവിത്രമായ ദിവസമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫി ഷഹ്രിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ.
എങ്കിൽ അറിയുക നിങ്ങളുടെ രക്തവും അഭിമാനവും സമ്പത്തുമെല്ലാം പവിത്രമാണ്, ഹറാമാണ്, ചിന്താനോ തൊട്ട് കളിക്കാനോ പാടില്ലാത്തതാണ്. ഈ ദിവസത്തിൻ്റെ ഹുർമത്ത് പോലെ, ഈ മാസത്തിൻ്റെ ഹുർമത്ത് പോലെ, ഈ നാട്ടിൻ്റെ ഹുർമത്ത് പോലെ, ഇതിൻ്റെ എല്ലാം പവിത്രത പോലെ അത് പവിത്രമാണ്, അത് കളങ്കപ്പെടുത്താൻ പാടില്ല. ബഹുദിങ്ങൾ വലിയ കടുത്ത പാപങ്ങളിലാണ് ഇസ്ലാമിൽ കൊലപാതകം എണ്ണപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി സലമത്ത് ഇബ്നു ഖൈസ് അൽ-അശ്ജഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അലാ ഇന്നമാ ഹുന്ന അർബ, അലാ ഇന്നമാ ഹുന്ന അർബ, നിങ്ങളറിയണം, മനസ്സിലാക്കണം, ഇന്നമാ ഹുന്ന അർബ, 4 കാര്യങ്ങളാണ്, അത് 4 കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് വൻ പാപങ്ങൾ. അല്ലാ തുശ്രികൂ ബില്ലാഹി ഷൈഅ, അല്ലാഹു നിങ്ങൾ പങ്കു ചേർക്കരുത്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ഒരു നഫ്സിനെ, ഒരു ജീവനെ അന്യായമായി നിങ്ങൾ ഹനിക്കരുത്. വലാ തസ്നു, വ്യഭിചരിക്കരുത്. വലാ തസ്രിഖു, നിങ്ങൾ മോഷ്ടിക്കരുത്. ശിർക്ക്, കൊലപാതകം, വ്യഭിചാരം, മോഷണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്? അലാ ഇന്നമാ ഹുന്ന അർബ, അറിയണം, അത് 4 എണ്ണമാണ്, അത് 4 എണ്ണമാണ് എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങൾ അത് 4 എണ്ണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്രയും ഗൗരവപ്പെട്ട തിന്മകളാണിത് എന്നാണ് അർത്ഥം. നിങ്ങൾ നോക്കൂ, സഹാബത്തിൽ ചിലർ അവർ മറ്റു ചിലർക്ക് വസിയ്യത്തായി ശക്തമായ ഉപദേശമായി നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും അല്ലാ യഹൂല ബൈനഹു വബൈനൽ ജന്നതി മിൽഉ കഫ്ഫിൻ മിൻ ദമി ഇംറിഇൻ മുസ്ലിമിൻ അയുഹ്രിഖഹു കമാ യദ്ബഹു ബിഹി ദജാജ, നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ ഒരു പിടി രക്തവുമായി അവനെ ഒരു കോഴി അറുക്കുന്നത് പോലെ അറുത്ത് കളഞ്ഞ് ആ രക്തവുമായി നിങ്ങൾക്ക് സ്വർഗം തടസ്സപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളത് സൂക്ഷിച്ചു കൊള്ളുക. കുല്ലമാ തഅറദ ലിബാബിൻ മിൻ അബ്വാബിൽ ജന്ന ഹാല അല്ലാഹു ബൈനഹു വബൈനഹു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൊലപാതകി അവൻ സ്വർഗത്തിൻ്റെ ഓരോ വാതിലിനടുത്തെത്തുമ്പോഴും അള്ളാഹു അവനും സ്വർഗത്തിനും ഇടയിൽ മറയിടും, അവൻ അങ്ങോട്ട് കയറാൻ സാധ്യമല്ല. ومن استطاع منكم ألا يجعل في بطنه إلا طيبا فليفعل فإن أول ما ينتن من الإنسان بطنه, നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ വയറ്റിൽ തയ്യിബ് മാത്രം വയറ്റിലേക്ക് കടത്തിവിടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. ഹലാലല്ലാതെ നല്ലതല്ലാതെ തിന്നാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെ ജീവിക്കാൻ അങ്ങേറ്റം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, ഹലാൽ മാത്രം ഭക്ഷിക്കുക. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, ഫഇന്ന അവ്വല മാ യൻതിനു മിനൽ ഇൻസാനി ബത്നു, മനുഷ്യൻ്റെ ശരീരം അവൻ മരിച്ചാൽ അതിലാദ്യം ചീഞ്ഞു പോവുക അവൻ്റെ വയറാണ്. ഈ വയറ്റിൽ നീ നിറക്കാൻ, ഹലാലായത് നിറക്കാൻ ശ്രമിക്കുക, നീ ഹറാമായത് തിന്ന് നിൻ്റെ വയറ് നിറക്കരുത്, ഇതാണ് ആദ്യം ചീഞ്ഞു പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇത്രയും ഗൗരവമുള്ള കാര്യമാണ്. ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ രക്തം ചിന്തുന്നത്, അവരുടെ അഭിമാനം വ്രണപ്പെടുത്തുന്നത്, അവരുടെ സമ്പത്ത് അന്യായമായി നമ്മുടെ കയ്യിലെത്തുന്നത് വളരെ വളരെ ശ്രദ്ധിക്കുക. നാളെ പരലോകത്ത് നന്മകളും തിന്മകളുമാണ് വെച്ചുമാറേണ്ടി വരിക. നമ്മുടെ നന്മകൾ മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കേണ്ടി വരും. അവരോട് അന്യായം പ്രവർത്തിച്ച ആ അന്യായം പരിഹരിക്കപ്പെടാത്ത നിലയിൽ പരലോകത്തെത്തിയാൽ നമ്മുടെ നന്മകൾ കൊടുത്തു തീർന്നാലോ, എന്നിട്ടും ആ ചെയ്ത അതിക്രമത്തിൻ്റെ കണക്ക് ബാക്കിയായാലോ, അതിക്രമിക്കപ്പെട്ടവൻ്റെ തിന്മ നമ്മുടെ മേൽ ചാർത്തപ്പെടും. നഊദു ബില്ലാഹ്. അങ്ങനെയുള്ളവർ പിന്നീട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നോക്കൂ, ഈ രക്തത്തിൻ്റെ വില, കൊലപാതകത്തിൻ്റെ ഗൗരവമെല്ലാം ഫിത്നയുടെ കാലത്ത് ആളുകൾ മറന്നുപോകും. ഫിത്നകളും കുഴപ്പങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടായാൽ ഏറ്റവും വില കുറഞ്ഞ കാര്യമായിട്ടാണ് ഒരാളെ കൊല്ലുക എന്നതിന് ആളുകൾ കാണുക. നിസ്സാരമായ ഒരു കാര്യം, ഒരു പൂ പറിച്ച് കളയുന്നത് പോലെയോ ഒരു പഴം പറിച്ച് കളയുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഈച്ചയോ കൊതുകിനെയോ കൊല്ലുന്നത് പോലെ ആളുകൾ നിസ്സാരമായി ഒരു മനുഷ്യൻ്റെ ജീവൻ ഹനിക്കുന്നതിനെ കണ്ടേക്കും. നിർഭയത്വം, അത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. അത് നഷ്ടപ്പെടുന്നത് നമ്മൾ വളരെ സൂക്ഷിക്കണം.
ഇപ്പം നാട്ടിലെ സ്ഥിതി എന്താണ്? സുബ്ഹാനല്ലാഹ്, ഒരാളോട് പുറത്തിറങ്ങി എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ പോലും ഒരു അഭിപ്രായ വ്യത്യാസം പറയാൻ പേടിക്കേണ്ടി വരുന്ന കാലമാണ്. കാരണം നമുക്കറിയില്ല, ഇവൻ പോയി ഒരു വെട്ടുകത്തി എടുത്തു വന്ന് നമ്മെ കുത്തിയേക്കുമോ, നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹൽ ആഫിയ, അങ്ങനെ എന്തെങ്കിലും ഇവൻ ചെയ്തേക്കുമോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള സ്ഥിതി വന്നിരിക്കുന്നു. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മുടെ നിർഭയത്വം നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു ഭയപ്പാടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മയും നമ്മുടെ നാടിനെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് കൊലപാതകം വർദ്ധിക്കുമെന്ന് താക്കീത് നൽകിയിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ, കൊന്നവനറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത്, കൊല്ലപ്പെട്ടവനറിയില്ല ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടത്. ഇങ്ങനെയുള്ള കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം അറിവ്, മതപരമായ അറിവ് ആളുകളിൽ നിന്ന് കുറഞ്ഞു പോകും. വിവരക്കേട് വർദ്ധിക്കും. ദീൻ, ഈമാൻ ആളുകളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായി പോകും. കുഫറിലേക്ക് ആളുകൾ അടുക്കും. തിന്മകളെല്ലാം, ഏത് തിന്മയാകട്ടെ, ഒരു മുഅ്മിൻ ചെയ്യുമ്പോൾ അവൻ ഈമാനിൽ നിന്ന് അകലുകയും കുഫറിലേക്ക് അടുക്കുകയുമാണ് ചെയ്യുന്നത്. ആ തിന്മയുടെ ഗൗരവം അനുസരിച്ച് അവൻ അത്ര ഈമാനിൽ നിന്ന് അകലുകയും കുഫറിലേക്ക് അടുക്കുകയും ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, വലാ യസ്നി സാനി ഹീന യസ്നി വഹു മുഅ്മിൻ. വ്യഭിചാരി ഈ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല, മോഷ്ടാവ് മുഅ്മിനായിക്കൊണ്ട് മോഷ്ടിക്കുകയില്ല. അങ്ങനെയാണ് ഈ വക തിന്മകൾ കുഫറിലേക്കാണ് അടുക്കുന്നത്. അതിന് ഇസ്ലാമിനല്ല അടുപ്പമുള്ളത്, ഇസ്ലാമിനോടല്ല അതിന് അടുപ്പവും സാദൃശ്യമുള്ളത്. അതിന് അടുപ്പവും സാദൃശ്യവും ബന്ധവും ഉള്ളത് കുഫറിനോടാണ്. നിങ്ങൾ നോക്കൂ, നിരീശ്വരവാദം, മതനിഷേധം, ഇതെല്ലാം എത്ര ഒരു നാട്ടിൽ പിടിമുറുക്കുന്നുവോ, മതനിഷേധവും നിരീശ്വരവാദവും എല്ലാം എത്രത്തോളം ഒരു നാട്ടിൽ പിടിമുറുക്കുന്നുവോ, ശക്തി പ്രാപിക്കുന്നുവോ, അത്രത്തോളം ഇതുപോലുള്ള തിന്മകൾ, കൊലപാതകങ്ങളും രക്തം ചിന്തലും എല്ലാം ഒരു നാട്ടിൽ വർദ്ധിക്കും, അതിക്രമങ്ങൾ വർദ്ധിക്കും. കാരണം അങ്ങനെയുള്ളവന് സ്വന്തം സുഖമല്ലാതെ പിന്നെ നോക്കാനില്ല. അവനെന്തിന് ആളുകളെ നോക്കണം? മറ്റുള്ളവരുടെ വികാരം അവനെന്തിനു പരിഗണിക്കണം? ഏത് നിരീക്ഷകൻ അവന് ഭയപ്പെടണം? ഏത് വിചാരണ അവന് കാത്തിരിക്കാനുണ്ട്? ഏത് റബ്ബിനെ അവന് ഭയപ്പെടാനുണ്ട്? അതുകൊണ്ട് സൂക്ഷിക്കുക, അത്തരം കുഫറിൻ്റെ ചിന്താഗതികളെ സൂക്ഷിക്കുക. നമ്മുടെ മക്കളെ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുകയും അതിൽ വളർത്തിയെടുക്കുകയും ചെയ്യുക. അതുപോലെ നോക്കൂ, ലഹരി, മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. ലഹരി ഉണ്ടാക്കുന്ന ഏത് വസ്തുവിനും ഇസ്ലാമിൽ മദ്യത്തിൻ്റെ വിധിയാണ് പറയാനുള്ളത്. നോക്കൂ, പണം കൊടുത്ത് ആണ് ആളുകൾ ഇത് വാങ്ങുന്നത്. ചെറിയ ഏതെങ്കിലും ഒരു ദുഷിച്ച കൂട്ടുകാരൻ അവനൊന്ന് നുണക്കാൻ കൊടുത്തതായിരിക്കും. പിന്നീട് പതിയെ അവൻ അതിൻ്റെ അടിമയായി മാറും. പിന്നെ അവൻ എന്തും ചെയ്യും അതിനു വേണ്ടി. ആരെ വേണമെങ്കിലും വിൽക്കും, ആരെ വേണമെങ്കിലും കൊല്ലും. ഈ അവസ്ഥയിൽ ആളുകൾ എത്തിച്ചേരുന്നു. വളരെ ശ്രദ്ധിക്കുക. നമ്മെ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക, സമൂഹത്തെ ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. കഴിവിൻ്റെ പരമാവധി ഒരു വാക്കുകൊണ്ടെങ്കിലും നീ നന്മ പ്രചരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് പ്രചരിപ്പിക്കുക. തിന്മയെ തടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ആളുകളോട് ഈ ഇസ്ലാമിൻ്റെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇസ്ലാമാണ് ഇതിന് പരിഹാരം. നമ്മുടെ ദീനിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് മടങ്ങുക എന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ നന്മയുടെ താക്കോലുകളാകാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, തിന്മകളെ അടച്ചുപൂട്ടുന്നവരാകാൻ നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നിർഭയത്വം നിലനിർത്തി നൽകുമാറാകട്ടെ. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.